കുശലങ്ങൾ പറയുന്ന മുറി. ഗ്രാമത്തിൻ്റെ വഴിയരികിലെ പഴയ വീട്ടിലേക്ക് ആരും പോകാറില്ലായിരുന്നു. പകൽ സമയത്ത് പോലും അതിലെ ജനാലകൾ ഇരുണ്ടതായിരുന്നു. വാതിലൊരിക്കലും പൂർണ്ണമായി അടയുന്നില്ല. ആ വീട് കേൾക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഒരു മഴയുള്ള സന്ധ്യയിൽ വഴി തെറ്റിയ ആരവ് അവിടെ അഭയം തേടി. അകത്ത് കയറുന്ന നിമിഷം തന്നെ വായു തണുത്തു. പിന്നിൽ വാതിൽ മെല്ലെ ക്ലിക്ക് എന്ന ശബ്ദത്തോടെ അടഞ്ഞു. ഇരുട്ടിൽ പൊടി തണല് പോലെ ചുറ്റി. നിശബ്ദത. ആരോ ശ്വാസം പിടിച്ചു നിർത്തുന്നത് പോലെ തോന്നി. ആരവ് അകത്തേക്ക് നടന്നപ്പോൾ ആരോ ആരവിൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ടു. ആരവ്. അവൻ നടുങ്ങി. അവിടെ മറ്റാരുമില്ലായിരുന്നു. മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ നിന്നാണ് കുശലങ്ങൾ കൂടുതൽ ശക്തമായത്. മതിലുകൾ കൊട്ടലുകളാൽ നിറഞ്ഞിരുന്നു. നടുവിൽ ഒരു ഒറ്റ കണ്ണാടി തൂങ്ങി. ആരവ് അതിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രതിബിംബം അവൻ കണ്ടില്ല. പകരം അവൻ നിന്നിടത്ത് തൻ്റെ നിഴലുകൾ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യം കണ്ടു. കണ്ണാടി വീണ്ടും കുശലമായി പറഞ്ഞു, ഞങ്ങളോടൊപ്പം തന്നെ ഇരിക്കൂ. ഇവിടെ ആരും ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആരവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹൃദയം തന്നെ ഇടിച്ചു. പക്ഷേ തുറന്ന ഓരോ വാതിലും അവനെ അതേ മുറിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. കുശലങ്ങൾ മൃദുവായ ചെളിയാക്കി മാറ്റി. ലൈറ്റുകൾ മിന്നിമറയുന്ന നിമിഷം അവൻ നിലവിളിച്ചു. അടുത്ത രാവിലെ ഗ്രാമക്കാർ ആ വീട് പതിവ് പോലെ നിശബ്ദമായി കണ്ടു. പക്ഷേ അതുവഴി കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പേര് വിളിക്കുന്ന ഒരു കുശലം കേൾക്കാം. അകത്തേക്ക് വരാൻ ക്ഷണിച്ചു.